മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഗ്രേസിയാമ്മ വല്ലാത്തൊരു പരിഭ്രമത്തോടെ സങ്കടത്തോടു കൂടി നിൽക്കുമായിരിക്കും. അടുത്തായി തന്നെ മാമച്ചായനും ഇരിക്കുന്നുണ്ട്. അവർക്ക് മുന്നിലായി തല കുനിച്ച് നിറ കണ്ണുകളോടുകൂടി അലീന ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൂടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രേവതിക്കുട്ടിയുമുണ്ട്. മോളെ, ഗ്രേസിയാമ്മയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നീ എന്താ ഈ പറയുന്നത്? ആ വീട്ടിൽ നിന്നും നീ പോവുകയാണെന്നോ? അലീന പതിയെ തലയുയർത്തി. ആ കണ്ണുകൾ ഉറക്കമില്ലായ്മയുടെയും കരച്ചിലിന്റെയും പാടുകൾ വ്യക്തമായിരുന്നു. അതെ ആന്റി, അലീനയുടെ ശബ്ദം നേർത്തതായിരുന്നു. എന്നാൽ അതിലൊരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ പോയാൽ മാത്രമേ ആ വീട്ടിലേക്ക് മാഡം തിരിച്ചു വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പോവാണ്. ഗ്രേസിയാമ്മക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതെങ്ങനെയാ മോളെ ശരിയാവുന്നത്? നീ ആ വീട്ടിൽ നിന്നും പോയാൽ ശരിയാവുമോ? നിന്റെ അച്ഛൻ ബാലചന്ദ്രൻ അതിന് നിന്നെ സമ്മതിക്കുമോ? അലീനയുടെ ചുണ്ടിൽ വേദനിപ്പിക്കുന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. അച്ഛന്റെ സമ്മതം നോക്കി ഇനി എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല ആന്റി. ഞാനാണ് ആ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പോയാൽ മാത്രമേ അവിടെയെല്ലാം ശരിയാവത്തുള്ളൂ. എന്ത് ശരിയാവാനാ? ഗ്രേസിയാമ്മ ചോദിച്ചു. വൈജയന്തി എപ്പോഴും ഇതൊക്കെ പറയുന്നതല്ലേ. മോൾ ഇറങ്ങിപ്പോകണമെന്നൊക്കെ അവർക്ക് എപ്പോഴും പറയാനുള്ളതല്ലേ. അതിനൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? നീ ആ വീട്ടിൽ നിന്ന് പോകുന്ന കാര്യമൊന്നും ചിന്തിക്കേ വേണ്ട. ഇല്ല ആന്റി. അലീനയുടെ കണ്ണുകൾ വീണ്ടും കണ്ണുനീർ തിളങ്ങി. ഇനിയും ഞാൻ അവിടെ കടിച്ചു തൂങ്ങിക്കിടന്ന അത് ശരിയാവില്ല. അതൊരു കുടുംബമല്ലേ. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കേണ്ട വീടല്ലേ അത്. ഞാനല്ലേ അവിടെ അധിക പറ്റായി കയറി വന്നത്. അപ്പോൾ ഞാൻ തന്നെയല്ലേ അവിടെ നിന്നും ഇറങ്ങിപ്പോവേണ്ടത്? അലീനയുടെ ആ ഒരു ചോദ്യത്തിനു മുന്നിൽ ഗ്രേസിയാമ്മക്ക് പെട്ടെന്ന് മറുപടി ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. മോളെ, മാമച്ചായൻ ഇടപെട്ടു. നീ ആ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേക്കാ? അതൊന്നും ശരിയാവില്ല. മോൾ ആ വീട്ടിൽ തന്നെ നിൽക്കണം. അലീന തലയാട്ടി. ഇല്ല അങ്കിളേ, ഇപ്പോൾ എല്ലാം ഒന്ന് ശരിയായി വന്നതേയുള്ളൂ. ഞാൻ അവിടെ തുടർന്ന് ആ കുടുംബത്തിന്റെ സമാധാനം കെടുത്തു. ഇത്രയും നേരം മിണ്ടാതെ നിന്ന് രേവതിക്കുട്ടിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അവൾ അലീനയെ നോക്കി പറഞ്ഞു. ചേച്ചി എന്തിനാ ഈ സത്യങ്ങളൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നത്? കാര്യങ്ങളെല്ലാം നേരായി വന്നപ്പോൾ ആ വൈജയന്തി മാഡത്തിന്റെ പ്രഷർ കൊണ്ടല്ലേ ചേച്ചി അവിടെ നിന്നും പറഞ്ഞു വിട്ടുന്നത്? രേവതി, അങ്ങനെയൊന്നുമല്ല. അലീന അവളെ തടയാൻ ശ്രമിച്ചു. പിന്നെന്താ ചേച്ചി? രേവതിക്കുട്ടി വിട്ടില്ല. ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചേച്ചി അവിടെ നിന്നും ഒഴിവാക്കല്ലേ. മാമച്ചായനും അത് ശരിവെച്ചു. അവൾ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ അലീന. ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു പരുവത്തിന് നേരെയായി വന്നപ്പോൾ നിന്നെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണല്ലേ. അങ്ങനെയല്ലേ അങ്കിളെ? അലീന കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ ആരും പറഞ്ഞു വിടുന്നതല്ല. ഞാൻ സ്വയം തീരുമാനിച്ചതാണ്. ഇതൊക്കെ ബാലചന്ദ്രൻ മക്കളോടും ഭാര്യയോടും തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? മാമച്ചായൻ ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീനയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾക്ക് ബാലചന്ദ്രനെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതെങ്ങനെയാങ്ങളെ ശരിയാവുന്നത്? അലീനയുടെ ശബ്ദം പൊട്ടി. അച്ഛൻ ഇപ്പം തന്നെ എത്രമാത്രം സങ്കടവും വേദനയൊക്കെ സഹിച്ചാണ് അവിടെ നിൽക്കുന്നത് എന്ന് എനിക്ക് നല്ലോണം അറിയാമങ്ങളെ. അവൾ ഒന്ന് നിർത്തി. തൊണ്ടയിൽ കുരുങ്ങിയ ആ ഒരു സങ്കടം വിഴുങ്ങിക്കൊണ്ട് തന്നെ അവൾ തുടർന്നു. വിവാഹത്തിന് മുൻപ് സ്വന്തം ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുണ്ടായ കുഞ്ഞ്. ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുക. അതിന് സ്വന്തം മോളായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അംഗീകരിക്കുക. സത്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടവനായിട്ട് ജീവിക്കുക. അതൊക്കെയാണ് ഇപ്പോൾ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യന് എന്ത് ചെയ്യാനാങ്ങളെ? ആ വാക്കുകൾ ആ മുറിയിലുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ കൊണ്ടു. അലീനയുടെ ആത്മാർത്ഥതയും ബാലചന്ദ്രനോടുള്ള ആ ഒരു സ്നേഹവും അവരെ വല്ലാതെ സ്പർശിച്ചു. ഈ സത്യങ്ങളെല്ലാം മാഡം പറഞ്ഞ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആ നിമിഷം മാഡം ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് അച്ഛന് നന്നായിട്ടറിയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ മാഡം വലിയ വിഷമമായിരിക്കും. അതുകൊണ്ട് അച്ഛൻ ഒരിക്കലും ഈ സത്യം മാഡത്തോട് പറയില്ല. ഗ്രേസിയാമ്മ വല്ലാതെ സങ്കടപ്പെട്ടു. അപ്പോൾ നീ ആ വീട്ടിൽ എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും പോവാൻ തീരുമാനിച്ചോ? നിന്റെ സഹോദരങ്ങളെയും നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ബാലചന്ദ്രനെയൊക്കെ നീ ഉപേക്ഷിച്ചു പോവാണോ? എനിക്ക് പോവാൻ താല്പര്യമില്ല ആന്റി. അലീന വിങ്ങിപ്പൊട്ടി. പക്ഷേ ഞാൻ പോയേ പറ്റൂ. എന്നെങ്കിലും ഒരിക്കൽ ഇതെല്ലാം തന്നെ ശരിയാവുകയാണെങ്കിൽ അന്ന് ഞാൻ തിരിച്ചു വരും. അലീനയുടെ ആ വാക്ക് കേട്ട് രേവതിക്കുട്ടി അവളെ കെട്ടിപ്പിടിച്ചു. ചേച്ചി ആരുമില്ലാത്തവളാണെന്നും ചേച്ചി വിചാരിക്കണ്ട. അവരൊക്കെ പോട്ടെ. ചേച്ചിയുടെ കൂടെ എപ്പോഴും ഞാനില്ലേ. രേവതിക്കുട്ടിയുടെ ആ ഒരു സ്നേഹം അലീനയുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അവൾ രേവതിക്കുട്ടിയെ മുറുകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. ഗ്രേസിയാമ്മയും മാമച്ചനും ആ കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞു നിന്നുപോയി. വൈകുന്നേരമായപ്പോൾ വീടിന്റെ അന്തരീക്ഷമൊന്നു മാറി. എല്ലാവരും പുറത്തുപോയി ഒന്ന് കറങ്ങി വരാമെന്നൊക്കെ രേവതിക്കുട്ടി നിർബന്ധം പിടിച്ചു. മാമച്ചായനും ഗ്രേസിയാമ്മയും കൂടെ വാ, നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തു പോയി വരാം. അലീന അവരെ ക്ഷണിച്ചു. പക്ഷേ ഗ്രേസിയാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല മക്കളെ, ഞങ്ങൾ വരുന്നില്ല. നിങ്ങൾ പിള്ളേരെല്ലാവരും കൂടി പോയിട്ട് വാ. നന്നായിട്ട് കറങ്ങി അടിച്ചു പൊളിച്ചിട്ടൊക്കെ വായോ. രേവതിക്കുട്ടി കുറുമ്പോടെ അലീനയെ നോക്കി. ഞാൻ നേരത്തെ ചേച്ചിയോട് പറഞ്ഞതല്ലേ ഇവര് വരില്ല എന്ന്. പിന്നെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? മാമച്ചായൻ ചിരിച്ചോട് ചോദിച്ചു. കണ്ടോ ഗ്രേസി, അവർക്കവിടെ ചേച്ചിയെ കിട്ടിയപ്പോൾ നമ്മളെ ആരും വേണ്ടാതായി. അങ്ങനെയല്ല, രേവതിക്കുട്ടി ന്യായീകരിച്ചു. നിങ്ങളെയും കൂട്ടി പോയാൽ ഞങ്ങൾക്കൊന്നും ഒരു ഫ്രീഡം കിട്ടില്ല.
ഞങ്ങൾ കുറച്ചു പേര് പോയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ചു വരട്ടെ. നിങ്ങളെ പ്രായത്തിലുള്ളവർക്ക് വീട്ടിൽ ഇരിക്കുകയാ തന്നെയാ വേണ്ടത്. അവളുടെ സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചു. ശരിയാ മക്കളെ, ഗ്രേസിയാമ്മ സ്നേഹത്തോടെ പറഞ്ഞു. നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. സിനിമയൊക്കെ കണ്ട് പതുക്കെ വന്നാൽ മതി കേട്ടോ. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടെ പുറത്തേക്ക് പോയി. അവർ പോയതിനു ശേഷം ആ വീട് വീണ്ടും അങ്ങ് ശാന്തമായി. മാമച്ചായൻ ഗ്രേസിയാമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു. എത്ര കാലത്തിന് ശേഷമാ ഗ്രേസി നമ്മുടെ ഈ വീടൊന്ന് ഉണർന്നത് അല്ലേ? ഗ്രേസിയാമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതേ മാമച്ചായ, ശരിയാണ് പറഞ്ഞത്. ഇപ്പൊ ഈ വീട്ടിൽ എപ്പോഴും ഒരാളും ബഹളുമാണ്. പണ്ട് നമ്മൾ രണ്ടുപേരും പിന്നെ രേവതിക്കുട്ടിയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരും കൂടി ആയപ്പോൾ ആകെപ്പാടൊരു സന്തോഷാണ്. ആ ശാന്തതയിലും അവരുടെ ഉള്ളിൽ അലീനയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു നേരിയ വേദന ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്തന്നെ മറ്റൊരു വശത്ത് കുളിരിൽ നിറഞ്ഞ നീലഗിരിയുടെ ചുരം കയറുകയായിരുന്നു ബാലചന്ദ്രന്റെ വാഹനം. കോടമഞ്ഞ് മൂടിയ വഴികളിലൂടെ കാർ മുന്നോട്ടു പോകുമ്പോൾ ബാലചന്ദ്രന്റെ മനസ്സ് അതിനേക്കാൾ കലുഷിതമായിരുന്നു. കൂട്ടിനായി ഗോവർദ്ധനും വണ്ടിയിലുണ്ട്. ഒരു വലിയ ഹോട്ടലിന്റെ മുന്നിൽ കാർ നിർത്തിയിട്ടപ്പോൾ ഗോവർദ്ധനൻ സംശയത്തോടെ ബാലചന്ദ്രനെ നോക്കി. നമുക്കിവിടെ ഒരു ഹോട്ടലിൽ റൂം എടുക്കാം, ഗോവർദ്ധനൻ ബാലചന്ദ്രനോട് പറഞ്ഞു. റൂം എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാം. ഗോവർദ്ധനൻ അതൊന്നും മനസ്സിലായില്ല. അതെന്താ ബാലേട്ട അങ്ങനെ? ബാലേട്ടന്റെ അളിയൻ ഗംഗാധരൻ സാറിനെ കാണാൻ വേണ്ടിയിട്ടില്ലേ നമ്മൾ ഇത്രയും ദൂരം വന്നത്? പിന്നെ നമ്മൾ എന്തിനാ ഹോട്ടലിലൊക്കെ റൂം എടുക്കുന്നത്? നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അദ്ദേഹത്തെ കണ്ടൂടെ? ബാലചന്ദ്രൻ ഒരു നിമിഷം മൗനമായി നിന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഹോട്ടലിലെത്തിയതിനു ശേഷം ഗംഗേട്ടനെ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ മതി. ഗംഗേട്ടൻ ഇങ്ങോട്ടേ വരട്ടെ. അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് മനസ്സിലാവാതെ ഗോവർദ്ധനൻ തലയാട്ടി. ബാലചന്ദ്രന്റെ ഉള്ളിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നടന്നു കളിക്കുന്നുണ്ട് എന്നവന് തോന്നി. അവർ ഹോട്ടലിൽ റൂം എടുത്തു. യാത്രാക്ഷീണം മാറ്റാനായി അവർ ഒന്ന് ഫ്രഷായി. ബാലചന്ദ്രന്റെ മുഖത്ത് വല്ലാത്ത ഗൗരവമുണ്ടായിരുന്നു. ഹൃദ്രോഗിയായ ഒരു മനുഷ്യന്റെ യാതൊരുവിധ തളർച്ചയും ആ മുഖത്തുണ്ടായിരുന്നില്ല. ഒരു തീരുമാനമെടുത്ത് ഉറച്ച മനസ്സായിരുന്നു അവിടെ. ബാലചന്ദ്രൻ ഫോണെടുത്ത് ഗംഗാധരന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഗംഗാധരന്റെ ഫോൺ അടിച്ചപ്പോൾ സ്ക്രീനിൽ ബാലചന്ദ്രൻ എന്ന പേര് കണ്ട് അയാളൊന്ന് ഞെട്ടി. എന്തിനായിരിക്കും ഇപ്പൊ ബാലചന്ദ്രൻ വിളിക്കുന്നത്? എന്തായിരിക്കും കാര്യം? ഗംഗാധരന്റെ നെഞ്ചിരിപ്പ് കൂടി. എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ ബാലചന്ദ്രൻ വിളിക്കില്ല എന്ന് അയാൾക്കറിയാം. സംശയത്തോടെ അയാൾ ഫോൺ എടുത്തു. ഹലോ, എന്താ ബാലചന്ദ്ര? ഗംഗേട്ടൻ തിരക്കിലാണോ? ബാലചന്ദ്രൻ ചോദിച്ചു. ഏയ്, ബിസിയൊന്നുമല്ല. എന്താ ബാലേന്ദ്ര, വല്ല വിശേഷവുമുണ്ടോ? വിശേഷമുണ്ട് ഗംഗേട്ട, ഞങ്ങളിവിടെ നീലഗിരിയിലുണ്ട്. ആ വാക്ക് കേട്ടപ്പോൾ ഗംഗാധരന്റെ ഉള്ളിലൂടെ ഒരു മിന്നലങ്ങ് കടന്നുപോയി. എന്ത്, നീലഗിരിയിലോ? അതെ, എനിക്ക് ഗംഗേട്ടനെ കാണുന്നത് ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് വന്നതാ. ഞാൻ നേരെ അങ്ങോട്ടേക്ക് വന്ന് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് ഇവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ട്. ഗംഗേട്ടൻ ഇങ്ങോട്ടേക്കൊന്ന് വരാമോ? എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ചിലത് സംസാരിക്കാനുണ്ട്. ഗംഗാധരൻ പെട്ടെന്ന് വാക്കുകളൊന്നും കിട്ടിയില്ല. അത് ഹോട്ടലിലാണോ? ഏത് ഹോട്ടലിലാ ബാലേന്ദ്ര? ബാലചന്ദ്രൻ ഹോട്ടലിന്റെ പേരും റൂം നമ്പറും എല്ലാം പറഞ്ഞു കൊടുത്തു. എത്രയും പെട്ടെന്ന് തന്നെ വരണം ഗംഗേട്ടാ. ഞാൻ ഉടനെ തന്നെ എത്താം. അത്രയും പറഞ്ഞ് ഗംഗേട്ടൻ ഫോൺ വെച്ചു. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഗംഗേട്ടൻ നിന്നിങ്ങനെ വിയർക്കാൻ തുടങ്ങി. എന്തായിരിക്കും ബാലചന്ദ്രനെ ഇത്ര ദൂരം ഈ അവസ്ഥയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? എന്തായാലും വെറുതെ ഒരു വരവായിരിക്കില്ല ഇത്. എന്തോ വലിയൊരു പ്രശ്നമുണ്ട്. ഗംഗാധരന്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഓടിയെത്തി. ഇതിനു മുൻപ് ബാലചന്ദ്രൻ ഇങ്ങനെ ഓടി വന്നത് വൈജയന്തിയുടെ ആ ഒരു വലിയ രഹസ്യം അറിഞ്ഞപ്പോഴായിരുന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഗംഗാധരന് വല്ലാത്ത ഭയം തോന്നി. ഹോട്ടൽ മുറിയിൽ ബാലചന്ദ്രൻ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു. മനസ്സിൽ 1000 ചിന്തകൾ ഇരുമ്പുന്നുണ്ടായിരുന്നു. വൈജയന്തിയുടെ അഹങ്കാരം, അലീനയുടെ കണ്ണുനീര്, തന്റെ മക്കളുടെ സംശയങ്ങൾ എല്ലാം കൂടി ആ മനുഷ്യനെ വല്ലാതെ വേട്ടയാടിയിരുന്നു. പെട്ടെന്നാണ് ഡോർബെല്ല് മുഴങ്ങിയത്. ബാലചന്ദ്രൻ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ വിയർത്തു കുളിച്ച മുഖത്തോടെ ഗംഗാധരൻ നിൽക്കുന്നു. അകത്തേക്ക് വരൂ ഗംഗേട്ട, ബാലചന്ദ്രൻ പറഞ്ഞു. ഗംഗാധരൻ അകത്തേക്ക് കയറി മുറിയൊക്കെ ഒന്ന് കണ്ണോടിച്ചു. ബാലചന്ദ്രൻ എപ്പോഴെത്തി? ഒറ്റക്കാണോ വന്നത്? കുറച്ചു നേരമേ ആയുള്ളൂ. ഞാൻ ഒറ്റക്കല്ല, ഗോവർദ്ധനൻ കൂടെയുണ്ട്. അവൻ അപ്പുറത്തെ റൂമിലാണ്. ഗോവർദ്ധനനോ? ഗംഗാധരൻ ചോദിച്ചു. അതെ, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തു വരികയല്ലേ. മാത്രമല്ല പഴയതുപോലെയൊന്നുമല്ലോ കാര്യങ്ങൾ. ഞാനൊരു ഹേർട്ട് പേഷ്യൻ്റ് അല്ലേ. എന്തെങ്കിലും സംഭവിച്ചാൽ കൂട്ടിനൊരാളെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ഞാൻ അവനെയും കൂട്ടി. ബാലചന്ദ്രന്റെ വാക്കുകളിൽ ഒരു വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു. ഗംഗാധരൻ ഒരു കസേരയിലിരുന്നു. അയാളുടെ ഉള്ളിൽ ഭയം മുഖത്ത് കാണാമായിരുന്നു. എന്താ ബാലാകാര്യം? എന്താ ഈ യാത്രയുടെ ഉദ്ദേശം? ബാലചന്ദ്രൻ ഗംഗാധരന്റെ നേർക്ക് തിരിഞ്ഞു. ആ കണ്ണുകളിൽ ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു. എനിക്ക് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഗംഗേട്ട. എനിക്ക് നിങ്ങളുടെ കയ്യിൽ ചില കാര്യങ്ങൾ അറിയണം. അത് നിങ്ങൾ എന്നോട് പറഞ്ഞേ മതിയാവൂ. എന്ത് കാര്യമാ ബാല? ഗംഗേട്ടനൊന്ന് പതറി. അലീന, അവൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോവാൻ തയ്യാറായി നിൽക്കുവാണ്. ബാലചന്ദ്രൻ പറഞ്ഞു തുടങ്ങി. അവൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടൊന്നുമല്ല. നിങ്ങളുടെ പെങ്ങൾ വൈജയന്തി, അവൾ അലീനയെ അവിടെ നിർത്താനൊട്ടും സമ്മതിക്കുന്നില്ല. അലീന പോയാൽ മാത്രമേ വൈജയ് വീട്ടിലേക്ക് തിരിച്ചു വരൂ എന്ന വാശിയിലാണവൾ. ഗംഗാധരൻ തല കുനിച്ചു. അലീന ആ വീട്ടിൽ നിന്നും പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവൾ വിചാരിക്കുന്നത് അവൾ പോയി കഴിഞ്ഞാൽ വൈജയന്തി തിരിച്ചു വരുമെന്നും ഞങ്ങൾ എല്ലാവരും കൂടി പഴയതുപോലെ സന്തോഷമായിട്ട് ജീവിക്കുമെന്നാണ്. പക്ഷേ അതൊന്നുമല്ലല്ലോ അവിടെ നടക്കാൻ പോകുന്നതെന്ന് അവൾക്കറിയില്ലല്ലോ.
ബാലചന്ദ്രന്റെ ശബ്ദത്തിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു നിന്നു. അത് ബാലചന്ദ്രന് അവളോടൊന്ന് പറഞ്ഞൂടെ? അവളോട് പോകണ്ട എന്ന് പറഞ്ഞാ പോരെ? ഗംഗാധരൻ പരുങ്ങലോടെ ചോദിച്ചു. ബാലചന്ദ്രൻ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നു. എന്നിട്ടൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞ അവൾ കേൾക്കണമെന്നില്ലല്ലോ ഗംഗേട്ട. ഞാൻ അവളുടെ സ്വന്തം അച്ഛനല്ലല്ലോ. ആ വാക്കുകൾ ഒരു ചാട്ടുള്ളി പോലെയാണ് ഗംഗാധരന്റെ നെഞ്ചിൽ തറച്ചത്. ബാലചന്ദ്രൻ തുടർന്നു, മാത്രവുമല്ല ഇപ്പോൾ എൻ്റെ സ്വന്തം മക്കൾക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. രോഹിത്തും ബബിതയും പലതും അറിഞ്ഞു തുടങ്ങി. ഞാൻ അവളുടെ സ്വന്തം അച്ഛനല്ല എന്നും അവൾക്ക് വേറെ അച്ഛനും അമ്മയും ഉണ്ട് എന്നും ഇത്രയും നാൾ ഞാൻ പറഞ്ഞതെല്ലാം കള്ളക്കഥകളായിരുന്നു എന്നും അവർക്കെല്ലാവർക്കും സംശയമുണ്ട്. ഗംഗാധരൻ ഞെട്ടലോടെ ബാലചന്ദ്രനെ നോക്കി. നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട ഗംഗേട്ടാ, ബാലചന്ദ്രൻ പറഞ്ഞു. സത്യങ്ങളെല്ലാം അവർ ഇതുവരെ പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ടില്ല. ഗംഗാധരന് ചെറിയൊരു ആശ്വാസം തോന്നി. പിന്നെ ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്നറിയാമോ? ബാലചന്ദ്രൻ ഗംഗാധരന്റെ അടുത്തേക്ക് വന്നു നിന്നു. അലീന ആ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് അവളെ അങ്ങനെ പെരുവഴിയിലേക്ക് തള്ളിവിടാനൊന്നും പറ്റില്ല. ഇത്രയും കാലം അവൾ എന്നെ സ്വന്തം അച്ഛനായിട്ടാണ് കണ്ടത്. അവളുടെ സ്വന്തം അമ്മക്ക് അവളെ വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അവളെ സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കണം. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. ബാലചന്ദ്രനെ ഒന്ന് നിർത്തി ഗംഗാധരന്റെ കണ്ണുകളിലേക്ക് നോക്കി തീർത്തും പറഞ്ഞു, അവളുടെ സ്വന്തം അച്ഛനെ കണ്ടെത്തുക, എന്നിട്ട് അവളെ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കുക. എനിക്കറിയണം ഗംഗേട്ടാ. അലീനയുടെ അച്ഛൻ ആരാണെന്ന്, അയാൾ ഇപ്പോൾ തന്നെ എവിടെയുണ്ടെന്നും അറിയണം. ഗംഗാധരൻ ഇടുത്തി വീണതുപോലെ അങ്ങ് തറഞ്ഞുപോയി. അയാൾക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. ബാലചന്ദ്രൻ, നീ എന്തൊക്കെയായി പറയുന്നത്? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എനിക്കറിയണം അലീനയുടെ അച്ഛൻ ആരാണെന്ന്. അറിഞ്ഞേ തീരൂ. ഞാൻ അയാളെ കണ്ടെത്തും. എന്റെ മോളെ അയാളെ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യും. ബാലചന്ദ്രന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഗംഗാധരൻ കെഞ്ചി തുടങ്ങി. അയാളെക്കുറിച്ച് അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ ബാലചന്ദ്ര? അലീനെ നീ അവിടെ തന്നെ നിർത്തിയാ പോരെ? അല്ലെങ്കിൽ അവളെ എന്തെങ്കിലും ഹോസ്റ്റലിലേക്കാക്കിയാ പോരെ? പറ്റില്ല. ബാലചന്ദ്രൻ പൊട്ടിത്തെറിച്ചു. അയാളെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കി കൈയൊഴിയാനൊന്നും എനിക്ക് മനസ്സ് വരുന്നില്ല. അവളെ അവളുടെ അച്ഛന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം. 23 വർഷം ഈ സത്യങ്ങളെല്ലാം മൂടിവെച്ചതല്ലേ നിങ്ങള്? മതി, ഇനി എല്ലാം പുറത്തു വരട്ടെ. എല്ലാവരും സത്യങ്ങൾ അറിയട്ടെ. ഇത്രയും കാലം ഒരു വലിയ തെറ്റിനും രഹസ്യത്തിനും കാവൽ നിന്നില്ലേ നിങ്ങൾ? ഇനി അതൊക്കെ പുറത്തു വരട്ടെ ഗംഗേട്ടാ. ഗംഗാധരൻ കരച്ചിലിന്റെ വക്കിലായിരുന്നു. അയാൾ എഴുന്നേറ്റ് ബാലചന്ദ്രന്റെ കൈകളിൽ പിടിച്ചു. ബാലേന്ദ്ര, നീ വൈജയന്തിയുടെ കാര്യം മാത്രം ചിന്തിക്കാതെ നിന്റെ സ്വന്തം മക്കളുടെ കാര്യം കൂടി ഒന്ന് ചിന്തിക്ക്. ഈ സത്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ വൈജയന്തിയുടെ അവസ്ഥ എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവൾ എല്ലാവരെയും വിട്ടുപോകും. ചിലപ്പോൾ അവൾ ആത്മഹത്യ തന്നെ ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് ആർക്കാ ഗുണം? നിന്റെ മക്കൾക്ക് അമ്മയെ നഷ്ടപ്പെടും. അവരുടെ ജീവിതം തകരും. നീ നിന്റെ മക്കളെയെങ്കിലും കുറിച്ച് ഓർത്ത് ഈ സത്യം ഇപ്പോൾ പുറത്തു കൊണ്ടുവരരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം ബാലേന്ദ്ര. ബാലചന്ദ്രൻ ദേഷ്യത്തോട് ഗംഗാധരന്റെ കൈകൾ അങ്ങ് തട്ടിമാറ്റി. ഇനി അങ്ങനെ ഒരു കാര്യം എന്നോട് പറയരുത് ഗംഗേട്ടാ. ബാലചന്ദ്രൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും നിങ്ങളുടെ പെങ്ങളുടെ അഹങ്കാരത്തിന് വല്ല കുറവുമുണ്ടോ? ആ പാവം കൊച്ചിനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയിട്ട് അവൾ അടങ്ങി നിൽക്കൂ എന്ന വാശിയിലല്ലേ അവള്? അവളുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു ഔദാര്യവും ഞാൻ ചെയ്തു കൊടുക്കുന്നില്ല. കൊടുക്കാൻ എനിക്ക് സൗകര്യവുമില്ല. ഗംഗാധരൻ 2 കൈയും കൂപ്പി അപേക്ഷിച്ചു. അവൾക്ക് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ ബാല. നീ എല്ലാം ഒന്ന് ക്ഷമിക്ക്. ഈ തെറ്റിന് അവൾക്കൊരു മാപ്പ് കൊടുത്തൂടെ? ആ ചോദ്യം കേട്ടപ്പോൾ ബാലചന്ദ്രന്റെ നിയന്ത്രണം പൂർണ്ണമായും വിട്ടു. അയാൾ പൊട്ടിത്തെറിച്ചു. നാണമില്ലേ ഗംഗേട്ടാ നിങ്ങൾക്ക്? ബാലചന്ദ്രന്റെ ദേഷ്യം ആ മുറിയിലാകെ പ്രതിധ്വനിച്ചു. കല്യാണത്തിന് മുൻപ് നിങ്ങളുടെ പെങ്ങൾ പിഴച്ചു പ്രസവിച്ചു. അത് ഭർത്താവായ ഞാൻ അങ്ങ് ക്ഷമിക്കണമല്ലേ? ഇതിനൊക്കെ കൂട്ടുനിന്ന് നിങ്ങൾ എന്നോടിത് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഗംഗാധരൻ തലകുനിച്ച് നിശബ്ദനായി നിന്നു. ആ ചോദ്യത്തിനു മുന്നിൽ അയാൾക്ക് യാതൊരുവിധ മറുപടിയുമില്ലായിരുന്നു. ബാലചന്ദ്രൻ അല്പം ശാന്തനായി. എന്നാൽ തന്റെ തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇനി ഒരു കാര്യത്തിന് ഞാൻ അവളോട് ക്ഷമിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് അറിഞ്ഞേ പറ്റൂ ഗംഗേട്ടാ. അലീനയുടെ അച്ഛൻ ആരാണെന്നും അയാളുടെ പേരെന്താണെന്നും അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ബാലചന്ദ്രൻ വാശി പിടിക്കുകയാണെന്നും അയാൾ ഈ തീരുമാനത്തിൽ നിന്നും ഇനി പിന്നോട്ട് പോകില്ല എന്നും ഗംഗാധരന് മനസ്സിലായി. ഇനി ഈ സത്യം മറച്ചുവെച്ചതുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. ഗംഗാധരൻ ഒരു നെടുവീർപ്പോട് കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരുപാട് കാലമായി നെഞ്ചിൽ ഭാരമായി കിടക്കുന്ന ആ ഒരു സത്യം, ആ ഒരു രഹസ്യം അയാൾ പുറത്തേക്ക് വിടാൻ തന്നെ തീരുമാനിച്ചു. ബാലേന്ദ്ര, ഞാൻ പറയാം. ഗംഗാധരന്റെ ശബ്ദം നേർത്തതായിരുന്നു. അലീനയുടെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറയാം. ബാലചന്ദ്രൻ ശ്വാസം അടക്കി പിടിച്ച് കാത്തുനിന്നു. ആ മുറിയിലെ നിശബ്ദതയ്ക്ക് പോലും വലിയ ഭാരമുള്ളതുപോലെ തോന്നി. ഗംഗാധരൻ മുഖമുയർത്തി ബാലചന്ദ്രനെ നോക്കി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അലീനയുടെ അച്ഛൻ, ആ വ്യക്തിയുടെ പേര് സ്റ്റാൻലി ജോസഫ് എന്നാണ്. ആ പേര് കേട്ട നിമിഷം ബാലചന്ദ്രന്റെ ഹൃദയമിടിപ്പ് ഒന്ന് നിലച്ചതുപോലെ തോന്നി. ഒരു വലിയ ഞെട്ടലോടുകൂടെ എന്തു പറയണമെന്നറിയാതെ ബാലചന്ദ്രൻ അങ്ങ് തറഞ്ഞു നിന്നുപോയി. വർഷങ്ങളോളം ഉറങ്ങിക്കിടന്ന ഒരു ഭൂതം പെട്ടെന്ന് ആ മുറിയിൽ അങ്ങ് ഉണർന്നെഴുന്നേറ്റതുപോലെ, ഒരു കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പ് പോലെ ആ പേര് അവിടെ മുഴങ്ങി നിന്നു. സ്റ്റാൻലി ജോസഫ്. ഇനി എന്ത് സംഭവിക്കുമെന്നോർത്ത് അവരുടെ 2 പേരുടെയും മുഖം ഭയം കൊണ്ട് നിഴലിച്ചു. അങ്ങനെ മഴ തോരും മുൻപേയിൽ ഇനി വരാൻ പോകുന്നത് സൂപ്പർ അടിപൊളി രംഗങ്ങളാണ് കേട്ടോ.
ബാലചന്ദ്രൻ അങ്ങനെ അലീനയെ നേരെ സ്റ്റാൻലി ജോസഫിന് കൊണ്ടുപോയി ഏൽപ്പിക്കുന്നുണ്ട്. അലീനയുടെ അവിടെയുള്ള അവസ്ഥ വളരെയധികം പരിതാപകരമായിരിക്കും. ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും അലീന പിന്നീട് നയിക്കാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോൻ്റെ 2 വീഡിയോക്ക് മുൻപായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് അലീന പോയതിനു ശേഷമുള്ള അടിപൊളിയായിട്ടുള്ള രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. ആ എപ്പിസോഡൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.